26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. സിയ ഗോയലും ചേതൻ ചൗധരിയും രഹസ്യ വിവാഹം ചെയ്തിരുന്നു. തെളിവായി ഇരുവരുടെയും വിവാഹ ഫോട്ടോകൾ പുറത്ത്. മഹാരാഷ്ട്രയിലെ യുവ വ്യവസായി കേതൻ അഗർവാളിന്റെ കൊലപാതകത്തിൽ നിർണായക കണ്ടെത്തലുകളാണ് അന്വേഷണ സംഘം പുറത്തുവിട്ടിരിക്കുന്നത്. കേതനുമായുള്ള വിവാഹ നിശ്ചയത്തിന് ശേഷം സിയ ഗോയൽ തന്റെ കാമുകൻ ചേതൻ ചൗധരിയെ രഹസ്യമായി വിവാഹം കഴിച്ചതായാണ് കണ്ടെത്തൽ. കേതൻ അഗർവാളുമായുള്ള വിവാഹ നിശ്ചയത്തിന് ശേഷമാണ് ഇരുവരും തമ്മിൽ രഹസ്യ വിവാഹം ചെയ്തത്. കേതനും സിയയും തമ്മിലുള്ള വിവാഹത്തിന് വമ്പൻ ഒരുക്കങ്ങൾ കുടുംബം നടത്തുന്നതിനിടയിൽ തന്നെയാണ് കാമുകനുമൊത്തുമുള്ള രഹസ്യ വിവാഹം. കേതനുമായുള്ള വിവാഹ നിശ്ചയത്തിന് ശേഷം സിയയും ചേതനും പ്രദേശത്തെ രജിസ്ട്രാർ ഓഫീസിൽ വെച്ചാണ് വിവാഹം നടത്തിയത്. സിയയുടെ 2 സുഹൃത്തുക്കൾ രഹസ്യ വിവാഹത്തിന് സാക്ഷികളായി ഒപ്പിട്ടു. വിവാഹമാല ധരിച്ചു നിൽക്കുന്ന ചിത്രം സുഹൃത്തുക്കളിൽ ഒരാൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തതോടെ രഹസ്യം പരസ്യമായി. പിന്നീട് അത് ഡിലീറ്റ് ചെയ്തു. ഇത് വീണ്ടെടുക്കാനും വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കണ്ടെത്താനുമുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. രജിസ്റ്റർ വിവാഹം നടത്താനുള്ള നിർബന്ധിത പൊതു അറിയിപ്പ് ഒഴിവാക്കി രഹസ്യ വിവാഹം നടത്തിയതായാണ് സംശയം. ഏതെങ്കിലും ഇടനിലക്കാരന് പണം നൽകിയിട്ടുണ്ടോ എന്ന് അറിയാൻ ചേതന്റെ ബാങ്ക് രേഖകളും പരിശോധിക്കുകയാണ്. സിയയുടെ ബേക്കറിയിലേക്ക് സാധനങ്ങൾ വിതരണം ചെയ്യുന്നത് ചേതൻ ചൗധരിയായിരുന്നു. ആ പരിചയം പിന്നീട് പ്രണയമായി മാറി. ഇതിനിടയിലാണ് കുടുംബം സിയയുടെയും കേതന്റെയും വിവാഹം നിശ്ചയിച്ചത്. ഇരുവരുടെയും വിവാഹം നവംബറിൽ നടത്താനായിരുന്നു തീരുമാനം. ഉദയ്പൂരിൽ ഡെസ്റ്റിനേഷൻ വിവാഹം നടത്താനുള്ള ഒരുക്കങ്ങൾ നടത്തി വന്നു. ഇതിന്റെ ഭാഗമായി സിയയുടെ രേഖകൾ കേതന്റെ കുടുംബം ആവശ്യപ്പെട്ടു. ഇതോടെ രഹസ്യ വിവാഹം പുറത്താകുമെന്ന് ഭയപ്പെട്ട് ഉടൻ കൊലപാതകം നടത്താനുള്ള നീക്കം സിയയും ചേതനും ചേർന്ന് നടത്തി. വിവാഹാഘോഷങ്ങൾ ആരംഭിക്കാനിരിക്കെയാണ് സിയയും കാമുകൻ ചേതനും ചേർന്ന് കൊലപാതകം നടത്തിയത്. പൂനെയിലെ ലോഹഗഡ് കോട്ടയിൽ വെച്ച് കേതനെ തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ അപകട മരണമാണെന്ന് തോന്നിയിരുന്നെങ്കിലും സഹോദരിയുടെ സംശയം കൊലപാതകത്തിന് ചുരുളഴിച്ചു. പല രീതികളും ആലോചിച്ചെങ്കിലും അത് നടക്കാത്തതിനാലാണ് കൊലപാതകത്തിലേക്ക് കടന്നത്. കൊലപാതകത്തിന് തലേ ദിവസം ഇരുവരും കഫേയിൽ കൂടിക്കാഴ്ച നടത്തി കൊലപാതക പദ്ധതികൾ ആസൂത്രണം ചെയ്തു. തനിക്ക് വിവാഹത്തിന് താല്പര്യമില്ലെന്ന് കേതനോട് പറഞ്ഞിരുന്നുവെന്നും നിശ്ചയം മാറ്റിവെക്കാൻ കുടുംബം തയ്യാറായില്ലെന്നുമാണ് സിയ പോലീസിന് മൊഴി നൽകിയത്. സമൂഹത്തിന് മുന്നിൽ കുടുംബത്തിനുണ്ടാവുന്ന നാണക്കേട് ഭയന്നാണ് കൊലപാതകം തെരഞ്ഞെടുത്തതെന്നായിരുന്നു പ്രതികളുടെ മറുപടി. ജൂൺ 18-നാണ് അഗർവാളിനെ ലോഹാഗഡ് കോട്ടയിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.